ഞങ്ങൾ സഹപ്രവർത്തകരെല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു എന്ന്. അവിടെ ഉയർന്നു വന്ന ഒരു കാര്യം ഇതായിരുന്നു, മരിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ചിലരൊക്കെ പറഞ്ഞു, പാത്രം കഴുകി വയ്ക്കില്ല ഭർത്താവ്, മക്കളൊക്കെ ആണെങ്കിലോ എല്ലാം അലക്കി പറക്കി കൊടുക്കണം, സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കി കഴിക്കില്ല. അപ്പോൾ എല്ലാവരും വല്ലാത്തൊരു ആശങ്കയിലായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരുടെ അവസ്ഥ ഓർത്തിട്ട്. കുറച്ചു നേരം ഇത് കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചെന്ന് കരുതുക, ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ വീട്ടിലെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയാം. അപ്പൂസിനോട് അമ്മച്ചി പറയും, കറിക്ക് സാധനങ്ങളൊന്നുമില്ല, എന്തെങ്കിലും മേടിച്ചിട്ട് വരാൻ. അപ്പൂസ് മീനങ്ങാടി എത്തിയിട്ട് അമ്മച്ചിയെ വിളിക്കും, ഞാൻ അയ്യൂബ് ഖാൻ്റെ കടയിലുള്ളത്, എന്തൊക്കെയാ പച്ചക്കറി വാങ്ങണ്ടേ, സാമ്പാർ കൂട്ട് വാങ്ങട്ടെ. അമ്മച്ചി പറയും, സാമ്പാർ കൂട്ട് വേണ്ടടാ, മീൻ കൂട്ടിയിട്ടൊക്കെ ഇച്ചിരി ആയില്ലേ, നീ മീൻ കിട്ടുമെന്ന് നോക്കാൻ. മീൻ കടയിൽ ചെല്ലുമ്പോൾ അപ്പൂസ് പറയും, അത്രയും നല്ല മീനൊന്നും ഇല്ല അമ്മച്ചിന്ന്. അപ്പോൾ അമ്മച്ചി പറയും, എന്നാൽ നീ പൊട്ടിത്തിരി ബീഫ് വാങ്ങിക്കാൻ പറയും. ഇതൊക്കെ കൂട്ടി എല്ലാവരും ചോറും കഴിക്കും, കറിയും കഴിക്കും, ഓഫീസിൽ പോകേണ്ടവർ ഓഫീസിലും പോകും, കോളേജിലും പോകും, എല്ലാം ഇതുപോലെ അങ്ങ് നടക്കും. അതുകൊണ്ട് നമ്മളില്ലെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. മരിച്ചു പോയതിൻ്റെ വിഷമമൊക്കെ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവർക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് വേണ്ടിയും ജീവിക്കുക. നല്ലൊരു കട്ടൻ ചായ കുടിക്കാൻ തോന്നിയാൽ കുടിക്കണേ. ഒരിത്തിരി മിക്സ്ചർ മഴയത്ത് കട്ടൻ ചായയും കൂട്ടി കഴിക്കാൻ തോന്നിയാൽ കഴിക്കണേ. നാളത്തേക്ക് മാറ്റി വെക്കരുത്. ബി ഹാപ്പി.